കരുളായി പള്ളിക്കുന്നിൽ മോഷണം. ഉറങ്ങിക്കിടന്ന യുവതിയുടെ കഴുത്തിൽ നിന്ന് സ്വർണ്ണമാല പൊട്ടിച്ചെടുത്ത് മോഷ്ടാവ് കടന്നു കളഞ്ഞു. മോഷ്ടാവിന്റെ ദൃശ്യം വീട്ടിൽ സ്ഥാപിച്ച CCTVയിൽ പതിഞ്ഞു. തിങ്കളാഴ്ച പുലർച്ചെ 3 മണിയോടെയാണ് സംഭവം. പള്ളിക്കുന്നിലെ പാറയ്ക്കൽ അഷ്റഫിന്റെ വീട്ടിലാണ് മോഷണം നടന്നത്. ഇവരുടെ മകൾ ഡോക്ടർ ഷംനയുടെ 3.5 ഗ്രാമോളം തൂക്കം വരുന്ന മാലയാണ് മോഷ്ടാവ് പൊട്ടിച്ചെടുത്തത്. സമീപത്തെ മറ്റൊരു വീട്ടിൽ നിന്ന് ഏണി കൊണ്ടുവന്ന് വീടിന്റെ മുകളിൽ കയറിയ മോഷ്ടാവ് മുകൾ നിലയിലെ പുറത്തേക്കുള്ള വാതിൽ തുറന്നാണ് വീടിനകത്ത് കടന്നത്. ഒരു 3 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ കിടക്കായിരുന്നു. പുതപ്പ് മാറ്റുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുട്ടികളെ എണീക്കുകയാണെന്ന് വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് ബാത്റൂമിൻ്റെ ലൈറ്റ് ഇട്ടുകൊണ്ട് എനിക്ക് ആ ഒരു മനസ്സിലായി, എൻ്റെ കഴുത്തിൽ നിന്ന് മാല പൊട്ടിച്ചിട്ട് ഒരാൾ ഓടുന്നുണ്ട്. പെട്ടെന്ന് ആ ഒരു അഡ്രിനാലിൻ റിഫ്ലെക്സിൽ എനിക്ക് സൗണ്ടൊന്നും പുറത്ത് വന്നില്ല. ഞാൻ പുറത്തേക്ക് ഇറങ്ങി വീട്ടുകാരെ വിളിച്ച സമയത്താണ് ആൾ ബാക്ക് ഡോർ ഓപ്പൺ ആക്കി വെച്ചിരുന്നു. അതിലൂടെ ഒറ്റ പോകുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ആളെ വിളിച്ച് പിന്നെ ക്യാമറ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് കള്ളം കയറിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലായി. ഷെൽഫും കാര്യങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. വേറെ ഒന്നും കിട്ടിയിട്ടില്ല. മാല പൊട്ടിച്ച് ഓടിയതാണ്. വീടിന്റെ അകത്ത് അകത്ത് കയറിയിട്ടുണ്ട്. മുകളിലൂടെ ആണ് താഴെ എത്തിയത്. റൂമിൽ കുറച്ചു നേരം ഉണ്ടായിരുന്നു തോന്നുന്നു. മക്കളുടെ ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഉള്ള ഇത് കൊണ്ടുപോയി. മുകളിൽ ഇവിടെ കോണി വെച്ചിട്ടുണ്ട്. മുകളിൽ എങ്ങനെയാണ് കയറിയതെന്ന് അറിയില്ല. ഡോർ ഓപ്പൺ ആക്കിയിട്ടുണ്ടായിരുന്നോന്ന്. ലോക്കൊന്നും പ്രശ്നമില്ല. ഇന്നലെ അനിയൻ വന്നിരുന്നു. മുകൾ നിലയിലെ മറ്റു റൂമുകളിൽ കള്ളനെത്തിയിട്ടുണ്ട്. അലമാരയിൽ സൂക്ഷിച്ച സാധനങ്ങൾ വലിച്ചു വാരിയിടുകയും ചെയ്തിട്ടുണ്ട്. ക്ലോസ്ഡ് ആയിരുന്നു. ഇവിടെ അങ്ങനെ യൂസ് ചെയ്യാത്തൊരു ഏരിയയാണ്. ജസ്റ്റ് ഞങ്ങൾ മലബാർ ഗോൾഡിന്റെ ബോക്സ് മാത്രം ഇങ്ങനെ ജസ്റ്റ് ഫാക്ടറി ഐറ്റംസ് ഇട്ട് വെച്ചതായിരുന്നു. ഇതെല്ലാം ഉണ്ടോന്ന് ഇവിടെയൊക്കെ കംപ്ലീറ്റ് സെർച്ച് ചെയ്തിട്ടുണ്ട്. ഫുൾ ഷെൽഫ് ഓപ്പൺ ആയിട്ടുണ്ട്. താഴെയും ഷെൽഫ് ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ആളെ ഏകദേശം ഒരു 12:05 കയറിയിട്ട് ഒരു 3 മണി വരെ ഇവിടെ സെർച്ചിങ്ങനെ ചെയ്തിട്ടുണ്ട്. പിന്നെയാണ് ഇത് ഫീൽ ചെയ്തു എനിക്ക് നന്നായിട്ട്. സംഭവം നടന്ന ഉടനെ തന്നെ പൂക്കോട്ടുംപാടം പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 1 മാസത്തിനിടെ കൂറ്റമ്പാറ, വലമ്പുറം ഭാഗങ്ങളിൽ സമാനമായ രീതിയിൽ മോഷണ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. രാത്രി 3 മണിക്കാണ് ഏകദേശം സംഭവം. പക്ഷെ അതിൻ്റെ മുമ്പ് തൊട്ടടുത്ത വീട്ടിൽ പോയിട്ട് കോണി കൊടുത്തിട്ടാണ് 2ാം നിലയിലേക്ക് കയറിയിട്ടുള്ളത് വീടിൻ്റെ. അപ്പോൾ തന്നെ ഈ വിവരം കിട്ടുന്ന പോലീസിലും മറ്റും വിവരം അറിയിച്ചു. പോലീസ് സ്ഥലത്തെത്തി ഞങ്ങളൊക്കെ തിരഞ്ഞു. പക്ഷേ ആളെ കണ്ടെത്താനായിട്ടില്ല. പക്ഷേ നമ്മളെ സമീപ പ്രദേശങ്ങളിലൊക്കെ മോഷണ ശ്രമം നടക്കുന്നുണ്ട്. കാരണം വലമ്പുറം ഭാഗത്ത്, അങ്ങനെ കൂറ്റമ്പാറ ഭാഗത്തൊക്കെ പല മോഷണ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. അപ്പം പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് നല്ലൊരു ജാഗ്രത ഉണ്ടായി ഈ പ്രതിനെ പിടിക്കാനുള്ള ഒരു ഇടപെടൽ ഉണ്ടാകണം. നാട്ടുകാരുടെ ആശങ്കകൾ അകറ്റണം എന്നാണ് ഞാൻ. ന്യൂസ് നൗ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.